Hey guys, welcome back to your YouTube channel. നമ്മളെല്ലാവരും യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ. യാത്രകൾ ഇഷ്ടപ്പെടുക മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് യാത്ര പോവാറുമുണ്ട്. നമ്മളിങ്ങനെ ഒരു യാത്ര നടത്തുമ്പോൾ നമുക്ക് ഏറ്റവും ചെലവ് തോന്നിപ്പിക്കുന്ന ഒന്നാണ് പോകുന്ന സ്ഥലത്തെ ആ ഒരു താമസ സൗകര്യം. അത്തരത്തിൽ പൊന്മുടിയിലേക്ക് വരുന്നവർക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. വെറും 400 രൂപയ്ക്ക് ഒരു ഫാമിലിക്ക് വന്ന് താമസിക്കാൻ പറ്റുന്ന അത്രയ്ക്ക് മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണിത്. അപ്പം നമുക്ക് ആ ഒരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് വരാം. പൊന്മുടിയിൽ വന്നു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇതാ ഈ കാണുന്നത്. അതായത് കേരള ഗവൺമെന്റിന്റെ തന്നെ അണ്ടറിൽ വരുന്ന PWD റെസ്റ്റ് ഹൗസ് ആണ് നിങ്ങൾക്ക് പൊന്മുടി വന്ന വെറും 400 രൂപയ്ക്ക് സ്റ്റേ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് പൊന്മുടി ഹിൽ ടോപ്പിലേക്ക് പോകുന്ന വഴി 17ാമത്തെ ഹെയർ പിന്റെ അവിടെയായിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ പ്രോപ്പർട്ടിയുടെ അകത്തുള്ള വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ബാ. പ്രോപ്പർട്ടിയുടെ ഉള്ളിലോട്ട് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡായിട്ട് നമുക്ക് ഇവിടെ ഒരു കഫറ്റീരിയ കാണാം. റൈറ്റ് സൈഡിലായിട്ട്, അതായത് ഈ നേരെ കാണുന്ന ഇതാണ് നമ്മുടെ ആ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടി. നമുക്ക് ആദ്യം നേരെ കഫറ്റീരിയ ഒന്ന് കണ്ടിട്ട് വരാം. ആക്ച്വലി ഞങ്ങൾ ഇന്നലെയാണ് ഇവിടെ എത്തിയത്. അതായത് ഞങ്ങൾ ഇന്നലെ ഒരു മോർണിംഗ് ഇവിടെ എത്തിയതാണ്. അപ്പം ഈ ഒരു ടൈമിൽ, അതായത് ഞങ്ങളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ 7 മണി ആയിട്ടേ ഉള്ളൂ രാവിലെ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കഫറ്റീരിയ ഓപ്പൺ ആവുന്നത് 8 മണിക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്. നമുക്ക് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഐറ്റംസ് എന്ന് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ബോർഡിൽ എന്തൊക്കെ ഐറ്റംസ് കിട്ടുമെന്നൊന്ന് നോക്കാം. കണ്ടില്ലേ, പുട്ട്, പയർ, പപ്പടം, ഇഡലി, ദോശ, അപ്പം, ഇടിയപ്പം, ബ്രെഡ് ഓംലെറ്റ്, ഇതാണ് ഇവരുടെ ഒരു മെനു. പക്ഷെ ഇതിൽ ഊണില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വരുന്നവർക്ക് ഊൺ അവൈലബിൾ അല്ല. അപ്പോൾ ബാക്കി ഐറ്റംസ്, ഈ കാണുന്ന ഐറ്റംസ് മാത്രമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അത് മാത്രമല്ല, ഇതിപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല ഇവർ ഈ ഒരു ഫുഡ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കും ഇവിടുത്തെ ഈ ഒരു ഫുഡ് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കഫറ്റീരിയയുടെ ഉള്ളിലായിട്ട് നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള ബെഞ്ച് ഡെസ്ക് ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്കിപ്പം ഔട്ട്ഡോർ ആണ് ഇഷ്ടമെങ്കിൽ നമുക്ക് പുറത്തിരുന്ന് കഴിക്കാനുള്ള സൗകര്യം അവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സൈഡിലായിട്ട് ഇതാ രണ്ടിടത്ത് 3 ടേബിൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ആ റൈറ്റ് സൈഡിലായിട്ടും. കഫറ്റീരിയ 8 മണിക്കാണ് ഓപ്പൺ ആവുന്നത്. 7:30 ആകുമ്പോഴേ സ്റ്റാഫ് എത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നപ്പോൾ നൈറ്റ് ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഫുഡ് കഴിച്ച സമയത്ത് ഇവിടുത്തെ ആ ഒരു വൃത്തിയെ പറ്റി പറയാതിരിക്കാൻ വയ്യ. കാരണം അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ ഈ ഒരു കിച്ചണും ഡൈനിങ് ഏരിയ എല്ലാം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ കാഴ്ചകളൊന്നും നമുക്ക് കണ്ടിട്ട് വരാം. ഓ ചേട്ടാ, എന്തൊക്കെയാണല്ലോ ഈവനിങ്? നൈറ്റ് ആണ്, മനസ്സിലായോ? നൈറ്റ് ഇടിയപ്പം, മുട്ടക്കറി, ചപ്പാത്തി, മുട്ടക്കറി. ഈ 2 ഐറ്റം തന്നെ. പുട്ട്, പയർ, പപ്പടം. 4 പേർക്കാണെങ്കിൽ ഇടിയപ്പം ചെയ്യാൻ പറ്റും. പുട്ടാണെങ്കിൽ 4 പേർക്ക്. പക്ഷെ ചപ്പാത്തി ആണെങ്കിൽ ഒരാൾക്കാണെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നിങ്ങൾക്കിപ്പം 4 പേർക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി അടുത്ത റൂമിൽ ആരെങ്കിലും വന്ന് ഇടിയപ്പത്തിന് പറഞ്ഞ 2 പേരും കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ കാര്യം അതിൽ പരിഗണിക്കും. ഇപ്പൊ ഞാൻ 3 പേർക്ക് 3 ഇടിയപ്പം എന്ന് പറയുന്നത് ചിലപ്പോൾ 5 ഇടിയപ്പം ആയിപ്പോകും. അപ്പൊ ഈ 2 എണ്ണം വേസ്റ്റ് ആയി. ഇത് രാവിലെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ 3 കഴിച്ചിട്ട് പോയാലും 3 എണ്ണം ഇരുന്നാലും ഞാൻ അടുത്ത ഒരെണ്ണർക്ക് കൊടുക്കും. വിശന്ന് പറഞ്ഞാൽ ഇതേപോലെ ഉണ്ടാന്ന് കേട്ടാൽ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ പുറത്തുനിന്ന്. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. നൈറ്റ് നമുക്ക് 4 പേര് മാക്സിമം ഉണ്ടെങ്കിൽ കാരണം പിന്നെ നമുക്ക് 7:30 ഞാൻ ക്ലോസിലാണ്. അതുകൊണ്ട് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റിന്റെ ഓർഡർ എങ്ങനെ ഇപ്പൊ തരുന്നു? അതോ രാവിലെ കാണും, ഫസ്റ്റ് കാണും നിങ്ങൾക്ക്. ഇത് രാത്രി ആയതുകൊണ്ട് ഓർഡർ തരാം. ചേട്ടന്റെ വീട് ഇവിടെ എങ്ങനെ അടുത്ത് തന്നെ? ഓ, പോയതിന് എളുപ്പമുണ്ടല്ലേ? ഫുഡ് എങ്ങനെ? ഓക്കെ അല്ലേ? അതെ. ഓക്കെയാണ്. ഇവരുടെ ആ ഒരു വൃത്തിയും ക്ലീൻ ആയിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ കൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നില്ല. ഇവിടെ നിന്ന് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. അതാ പുള്ളിക്കാരൻ എത്തിയിട്ടുണ്ട്. ഈ കഫറ്റീരിയ നോക്കി നടത്തുന്നത് ഈ പുള്ളിക്കാരനാണ്. ശരിക്കും ഇതിന്റെ ഓണർ ഈ പുള്ളിക്കാരനല്ല, പുള്ളിക്കാരുടെ സ്റ്റാഫാണ്. ഗുഡ് മോർണിംഗ്.
അപ്പോൾ നമുക്ക് പോയിട്ട് 9:30 വരാം. കഫറ്റീരിയയുടെ ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതായത് പബ്ലിക്കിന്, പുറത്തുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും, പെയ്ഡാണ്, യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോയ്ലറ്റ് ആണ് അവരിവിടെ ഒരുക്കിയിരിക്കുന്നത്. കുളിക്കുന്നതിനും അവരിവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് മുന്നിലായിട്ട് തന്നെ വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് സ്പേസ് തന്നെ അവൈലബിൾ ആണ്. കണ്ടില്ലേ, 4 വീലേഴ്സ് മാത്രമല്ല, അത്യാവശ്യം വലിയ 2-3 ബസ് വന്നാൽ പോലും പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഇവിടെ ഉണ്ട്. ഓ, ഇവിടെ ചേട്ടൻ മാത്രമേ കാണുള്ളൂ? ഇല്ല, ഞങ്ങൾ 2 പേരുണ്ട്, മാറി ഷിഫ്റ്റ് അനുസരിച്ച്. ആഴ്ചയില്ല, അപ്പൊ ഒരാഴ്ച ചേട്ടൻ ഇവിടെ കാണാം. ഓ, അങ്ങനെ ചുമ്മാ ചുമ്മാ വെറുതെ പറഞ്ഞത്. പറഞ്ഞ കാലത്ത് കെട്ടിയ ഇതൊക്കെ നവീകരിച്ചത് 2000. അപ്പൊ നമുക്ക് അകത്ത് കയറിയിട്ട് റൂംസ് എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. കയറി വരുമ്പോൾ നമ്മൾ ആദ്യം എത്തുന്നത് ഈ ഒരു റിസപ്ഷൻ ഏരിയയിലോട്ടാണ്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ബുക്കിംഗ് എടുത്തതിന് ശേഷം നിങ്ങൾ ഫിസിക്കലി ആ ഒരു പ്രിന്റ് ഔട്ടും കാര്യങ്ങളും കൊണ്ടുവരേണ്ട കാര്യമില്ല. കാരണം ഫോണിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചാൽ മതിയോ. പക്ഷേ അതിൻ്റെ ഒപ്പം നിങ്ങൾ ആധാറും കൂടെ കരുതിയിരിക്കണം. കാരണം നമുക്ക് ഇവിടെ രജിസ്റ്ററിൽ നമ്മുടെ ആ ഒരു ബുക്കിംഗ് ഐഡിയും ആധാർ നമ്പരും നമ്മുടെ ബാക്കി ഡീറ്റെയിൽസും ആണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ഒരു രജിസ്റ്റർ ബുക്ക് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അവരുടെ ഒരു പ്രൊസീജിയർ. ഇവിടെ നമ്മൾ ബുക്ക് ചെയ്ത നോൺ AC AC 750. ഇവിടെ മൊത്തം എത്ര റൂം വരും? ഇവിടെ മൊത്തം 4 റൂം, 1 PW റൂമും 3 പ്രൈവറ്റ്. അതില് 2 AC, അല്ല 1 AC യും 2 നോൺ AC. അതാണ് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഉള്ളതല്ലേ? 400. നമുക്ക് അഡീഷണൽ ചാർജ് ഒന്നും ഇല്ലായിരുന്നു. അല്ല, അഡീഷണൽ ഇല്ല, ഇവിടെ ഇല്ല. ഇവിടെ 400 2 പേരൊക്കെ അക്കോമഡേറ്റ്. ഇവിടെ വന്ന് നമുക്ക് ഡയറക്റ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഡയറക്റ്റ്. പിന്നെ 3 പേർക്ക് വരെ സൈറ്റിൽ കിട്ടും. 3 പേർക്ക് വരെ. അതായത് 1 AC യും 2 നോൺ AC. 2 നോൺ AC, ഒരു റൂമിന് 3 പേരൊക്കെ വരെ അക്കോമഡേറ്റ്. ഒരു അഡീഷണൽ ബെഡ് ഇടാം അല്ലേ? അഡീഷണൽ ബെഡ്. അതിന് എക്സ്ട്രാ 150 രൂപ. അപ്പൊ ഈ ഒരു റിസപ്ഷൻ ഏരിയയുടെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ആയിട്ടാണ് റൂംസ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ റൂം വരുന്നത് അവിടെയാണ്. ഫസ്റ്റ് റൂം, അതിൻ്റെ സെക്കൻഡ് ഇവിടെ ഒരു റൂമുണ്ട്, തേർഡ് ഉണ്ട്, ഇവിടെ ഒരു 4th റൂമുണ്ട്, പിന്നെ ഒരു ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു റൂമുണ്ട്. ആക്ച്വലി ഈ ഒരു ഓഫീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റൂം ഇവിടുത്തെ സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള റൂമാണ്. പിന്നെ ഈ ബെഡ്ഷീറ്റ്, പില്ലോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവർ ഇവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. പിന്നെ പബ്ലിക്കിന് വേണ്ടിയിട്ട് അവർ തുറന്നു കൊടുത്തിരിക്കുന്ന 3 റൂംസ് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് വണ്ണും തേർഡ് വണ്ണും പിന്നെ 4th വണ്ണുമാണ്. ഇതിൽ ഫസ്റ്റ് റൂമും 4th റൂമുമാണ് നോൺ AC ആയിട്ടുള്ളത്. തേർഡ് റൂം വന്നിട്ട് AC ആണ്. പിന്നെ ഇവിടെ സെക്കൻഡ് ഇവിടെ ഒരു PWD റൂം എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൂം VIPസിന് വേണ്ടിയിട്ടാണ്. ഇത് പബ്ലിക്കിനല്ല ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിത് നേരെ 400 രൂപയുടെ 2 നോൺ AC റൂമില്ലേ, അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഒന്നാമത്തെ റൂം ഇതാ ഇവിടെയാണ്. കണ്ടോ, 400 രൂപയുടെ ആ ഒരു റൂമിന്റെ ക്വാളിറ്റിയാണ് നിങ്ങൾ കാണുന്നത്. അതായത് ഇവിടെ ഒരു ഡബിൾ കോട്ട് ബെഡ് ഉണ്ട്, ടേബിൾ ഉണ്ട്. വെറും 400 രൂപയാണ് അവർ ഈ ഒരു റൂമിന് ചാർജ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ ഒരു റൂമിന്റെ ബാത്റൂമിന്റെ സൈസ് ഒന്ന് നോക്കണം. കണ്ടില്ല, അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂമാണ് ഇവിടെ ഉള്ളത്. ഇപ്പം നോൺ AC ആയാലും AC ആയാലും എല്ലാ ബാത്റൂമിലും ഹീറ്ററും അവൈലബിൾ ആണ്. നോർമലി ഇവിടുത്തെ ഡബിൾ റൂമിന് 2 അഡൾട്ടും 2 ചൈൽഡിനുമാണ് അലോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അഡീഷണൽ ഒരു 150 പേ ചെയ്യുകയാണെങ്കിൽ ഇതുപോലൊരു ബെഡ് കോട്ടും കൂടെ അഡീഷണൽ കിട്ടും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് 2 എന്നുള്ളത് 3 അഡൾട്ടിന് ഈ റൂമിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു റൂമിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് ഓപ്പൺ ആവുന്ന ഒരു ഡോറും കൂടെ ഉണ്ട്. ഈ ഒരു റൂമിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് അതായത്. അടുത്ത് നമുക്ക് AC റൂമിലോട്ട് പോകാം. അപ്പൊ ഈ ഒരു 3ാം നമ്പർ റൂമാണ് AC റൂം. കണ്ടില്ലേ, ഇപ്പം AC റൂം അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമാണ്. ഇവിടെ ഒരു സോഫ യൂണിറ്റ് ഉണ്ട്, അതുപോലെ ബെഡ് സ്പേസ് ഇവിടെയാണ് വരുന്നത്. പിന്നെ അതുപോലെ ഇവിടെ ഒരു ടേബിളും 2 ചെയറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യാൻ നേരത്തെ മിറർ നോക്കണമെങ്കിൽ അതിന് ഉള്ള സൗകര്യം ഇവിടെയുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ 2 ഫാൻ വരുന്നുണ്ട്, ഒരു AC വരുന്നുണ്ട്. ബാത്റൂമിലേക്ക് വരുമ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം നല്ല വിശാലമായ ഒരു ബാത്റൂമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എല്ലാ റൂമുകളിലും ഇപ്പോൾ നോൺ AC ആയാലും AC ആയാലും എല്ലാ റൂമുകളിലും അവരിവിടെ ഹീറ്റർ വെച്ചിട്ടുണ്ട്. ആര് രാവിലെ തന്നെ ചാണകമൊക്കെ ചവിട്ടിയിട്ട് ചാണകമൊന്നും അല്ല, പിന്നെ അല്ല, ഇത് ചാണകം തന്നെ. ഓ നല്ല തണുപ്പ് കേട്ടോ. കോട വരണുണ്ടോ? ഇവിടെ അട്ടയുടെ ശല്യമുണ്ട്, അപ്പൊ നമ്മൾ അതൊന്ന് സൂക്ഷിക്കണം. നമ്മളിവിടെ അത്രയും പിടിച്ച് കിടക്കാണ്. ഇപ്പൊ മഴ സമയം കൂടെ ആയതുകൊണ്ട് നല്ല അട്ടശല്യം ഉണ്ട്. അപ്പൊ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിയുടെ ആ ഒരു സൈഡാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക്
സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് ഇത്. ഇവിടെ ചെറിയൊരു അരുവിയൊക്കെ പോകുന്നുണ്ട്, കണ്ടില്ലേ? മുകളിൽ ആ ഒരു കോട വരുന്ന ഭാഗം കണ്ടോ, ആ ഒരു മല, അതാണ് നമ്മുടെ ആ ഒരു പൊന്മുടി ഹിൽ ടോപ്പിന്റെ ഭാഗമാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മലകൾ കാണാം. ഈ ഒരു അരുവി പോകുന്ന ഈ ഒരു റൂട്ടിന്റെ നേരെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയിൽ അത്രയും വിസിബിൾ അല്ല, പക്ഷെ ആ ഒരു നേരെ നോക്കിയാൽ നമുക്ക് അവിടെയും കുറച്ച് മലകളൊക്കെ കാണാം. എല്ലാം കോട കൊണ്ട് നല്ല മൂടിയിരിക്കുകയാണ്. നമ്മൾ റൂമിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും കേട്ടോ. അതായത് ഈ ഒരു അരുവിയുടെ ഈ ഒരു വെള്ളം വന്ന് വീഴുന്നതിൻ്റെ ആ ഒരു സൗണ്ടും അതുപോലെ തന്നെ ഈ ചീവീടിൻ്റെ ഒക്കെ ഇല്ലേ, അതായത് നാച്ചുറുമായിട്ട് നമ്മൾ ഇണങ്ങി നിൽക്കുന്ന ആ ഒരു ഫീല് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. അരെ മയിലൂടെ നോക്ക്, ഇതാ ഗൈസ് മയിൽ വന്നിരിക്കുകയാണ്. മയിൽ ഗേറ്റിന്റെ പുറത്തിരിക്കുകയാണ്. നമുക്കൊന്ന് മയിലിന്റെ അടുത്തൊന്ന് പോയിട്ട് വരാം. മയിൽ പോയി ഗൈസ്. രാവിലെ വന്നപ്പോൾ തന്നെ കണ്ട ഒരു കിടിലൻ കാഴ്ചയായിരുന്നു. അതായത് നമ്മുടെ ഈ സ്റ്റേ ചെയ്യുന്നതിന്റെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു മയിൽ വന്നിട്ട് പീലി വിടർത്തി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു മഴ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ നല്ല വിഷ്വലി നല്ലൊരു ട്രീറ്റ് ആണ് കിട്ടിയത്. ഇത് ശരിക്കും സ്റ്റാഫിനുള്ള എന്തെങ്കിലും ഷെഡ് വല്ലതും ആണോ? വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന സാധനം ഇത് നവീകരിച്ചപ്പോൾ പിന്നെ അത് റെഡിയാക്കാത്തതാണ് ഇവിടെ പുതിയ ബിൽഡിംഗ് വരാൻ. അത് ഇത് പൊളിച്ചിട്ട് പുതിയത് വരും അല്ലേ? ഇത് ബിൽഡിങ്ങിന്റെ ഫ്രണ്ട് വരും, മുറ്റം വരും, ബാക്കിലോട്ട് ബിൽഡിംഗ്. ഓ, ഈ കാണുന്നതെല്ലാം ഇതിന്റെ അകത്തുള്ള തന്നെ അല്ലേ? കണ്ട മതിൽ കണ്ട, അവിടെ കലിങ് കണ്ട, ആ കലിങ്ങിന്റെ അതുവരെ നമ്മുടേതാണ്. ഓ ഓ, ഇവിടെ ഒരു 80-84 സെന്റ് ഉണ്ട്. 84 സെന്റ് നമ്മളെ മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട്. അപ്പം അതിൽ 8 റൂമും 2 കോമൺസ് ഹാളും എല്ലാം അടിപൊളി കെട്ടിടം. ഓ, അപ്പം റൂംസും ചിലപ്പം 8 ഉണ്ട്. 8 റൂംസ് ഉണ്ട്. പബ്ലിക്കിന് തുറന്നു കൊടുക്കുമായിരിക്കും അല്ലേ? മൊത്തം ഇപ്പൊ പബ്ലിക്കിന് തുറന്നല്ലോ. കേരളത്തിൽ PWD ടൂറിസം എല്ലാം ഇപ്പൊ പബ്ലിക്കിന് വേണ്ടിയാണ്. പിന്നെ മറ്റത് PWD ഗവൺമെന്റിന് മാത്രമല്ലേ ഉള്ളായിരുന്നു, ഗവൺമെന്റ് എംപ്ലോയീസ് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാവർക്കും. അതായത് PWD എല്ലാം കേരളത്തിൽ മൊത്തത്തില് ടൂറിസം മേഖല വികസിപ്പിക്കാനായി എല്ലാം പബ്ലിക്കിന് തുറന്നു കൊടുക്കും. നല്ല വരുമാനമായിരുന്നു. മറ്റത് PWDക്ക് എത്ര വരുമാനം വരൂലായിരുന്നു. ഇവിടെയും കുറച്ച് ഇതേപോലെ റൂംസ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ക്ലിക്ക് ആവും. കാരണം ഇപ്പൊ തന്നെ ഇവിടെ വന്നാ പിന്നെ ഇവിടെ പൊന്മുടിക്ക് റൂംസ് കുറവല്ലേ. പിന്നെ ഇപ്പം ടൂറിസം ഗസ്റ്റ് ഹൗസും കൂടെ തുറന്നപ്പോ അവിടെ 10-20 റൂമുണ്ട്. പക്ഷെ അവിടെ ഇത്രയും കത്തിയാണോ? റേറ്റ് ഉണ്ട്. HDCക്ക് 2500 തൊട്ട് 3000, 4000 അങ്ങനെയാണെന്ന് തോന്നുന്നു. ഓ, അവിടെ 3 സെക്ഷനാണ്, 3000, 4000, 2000 അങ്ങനെയല്ലേ. അപ്പൊ ഇവരുടെ ഗസ്റ്റ് ഹൗസിന് റേറ്റ് കുറവാണല്ലേ? ഗസ്റ്റ് ഹൗസിന് റേറ്റ് കുറവ്, മറ്റേതിനാണ് റേറ്റ്. HDCക്കാണ്. ഈ കാണുന്നതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണല്ലേ? ഈ കാണുന്ന മൊത്തം എസ്റ്റേറ്റ് ആണ്. ഓ ഓ, ഇതാണ് മറ്റേ 2002 പിന്നെ വിവാദ ഭൂമി ഉണ്ടല്ലോ, PS ഇരുന്ന കാലത്ത് പൊന്മുടി വിവാദം ISRAക്ക് വിറ്റ സ്ഥലമാണ് ഈ വനം കയറി കിടക്കുന്നത്. ഇത് കേസിലാണ്. അതായത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള 200 ഏക്കർ അത് വനം കയറി കിടക്കുകയാണ്. നമ്മളിവിടെ വന്നിട്ട് മ്ലാവിനെ ഒന്നും കാണാൻ പറ്റിയില്ല. മ്ലാവ് ഇന്നലെ വിളിക്കണുണ്ട്, ഞാൻ ശ്രദ്ധിച്ച് ഇറങ്ങണമെങ്കിൽ നിങ്ങളെ വിളിച്ച് കാണിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയില്ല. ഞങ്ങള് രാവിലെ വന്നപ്പോ ഒരു മയിൽ മാത്രം ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മ്ലാവ് സാധാരണ വരണമായിരുന്നു. ഇന്നലെ ഇതിനകത്ത് കിടന്ന് വിളിക്കണ കണ്ടിയാ. ഞാൻ ഇവിടെ ഇരിക്കുക തന്നെയായിരുന്നു. അപ്പൊ ഞാൻ വരുമല്ലേ അകത്തോട്ട്? അകത്ത് കയറും, ഈ മതിൽ ചാടി കയറും. ഓ, ഹൈറ്റിൽ പൊങ്ങി ചാടും അല്ലേ? പിന്നെ മ്ലാവ് എത്ര പൊക്കത്തിൽ നിന്ന് ചാടും. നല്ല സൈസും കാണും, ഓരോ പശുവിനേക്കാളും കാണും. പറ്റിയില്ല, തരൂലടാ. പിടി പിടി പിടി, പറ്റുമോ നോക്കിട്ട്? ഇല്ലടാ, തരൂല. കയ്യിൽ കിട്ടുവേ, അങ്ങ് ഇട്ട് കൊടുക്ക്. തരത്തില്ല. ഇവിടെ എപ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ലൊരു കാം അറ്റ്മോസ്ഫിയർ ആയിരിക്കും. കാരണം ലിമിറ്റഡ് ആയിട്ട് 2-3 റൂംസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന ആൾക്കാരുടെ എണ്ണവും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്കൊരു സ്വന്തം ഒരു വീടെന്നുള്ള രീതിയിൽ നിൽക്കാം. പേടിയുണ്ടോ? നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലേ? നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതുപോലെ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ആവശ്യത്തിൽ
നല്ല സൗകര്യമുണ്ട്. നമ്മൾ 3-4 തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ സ്റ്റേ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കിട്ടുന്നത്. മുന്നേ നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും അപ്പോഴൊന്നും കാണാത്ത കുറെ ഹിഡൻ സ്പോട്ട് നമുക്ക് ഇപ്രാവശ്യം കാണാൻ പറ്റി. അതും കറക്റ്റ് വളരെ എൻജോയ്മെന്റ് ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പ് ആയിരുന്നു. എടുത്ത് പറയാനുള്ള കാര്യം ഇതിന്റെ ടോപ്പിലാണെങ്കിൽ റേഞ്ച് ഉണ്ട്, ഇവിടെ ആണെങ്കിൽ റേഞ്ച് എന്ന് പറയുന്ന സംഭവമേ ഇല്ല. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചു, അതുപോലെ തന്നെ പരസ്പരം കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെ കുറച്ച് നല്ലൊരു എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി ഫുള്ളും. വൺ ഡേ പോയത് ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞില്ല, ഒരു ദിവസം പോയ സമയം നമ്മൾ അറിഞ്ഞില്ല. അതോടൊപ്പം തന്നെ നല്ലൊരു വൈബായിരുന്നു. ചില ആൾക്കാരാണെങ്കിൽ കൊച്ചു കുട്ടികളോ അവരെ അങ്ങനെയൊക്കെ വരാൻ ചെറിയ പാർക്ക് പോലെയോ അങ്ങനത്തെ എന്തെങ്കിലും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ ഒരു രാത്രി ഒരു 10 മണിയോ 11 മണി വരെ ഉള്ള ഏതെങ്കിലും ഒരു ടീ ഷോപ്പോ അങ്ങനത്തെ ഇതുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു 7-7:30 മണിയാവുന്ന ടൈമിൽ തന്നെ എല്ലാം ക്ലോസിംഗ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയ സമയത്ത് നല്ല വിഷമമുണ്ടായിരുന്നു. പക്ഷേ കടകളൊന്നുമില്ല, പുറത്തോട്ട് പോകാനും പറ്റില്ല. അപ്പോൾ അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആവും. ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ സൂപ്പറാണ്. നമ്മളിപ്പോൾ ഇത്രയും ലോ ബഡ്ജറ്റ് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ അവർ അതിനെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പെർഫെക്റ്റ് ആണ്. കല്യാണത്തിന് ശേഷം തന്നെ ഒരു 8-10 പ്രാവശ്യങ്ങൾ പൊന്മുടി വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സീസണിൽ തന്നെ ഞങ്ങൾ ഒരു 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് തവണ പൊന്മുടി വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് പൊന്മുടിയിൽ ഒരു സ്റ്റേ എടുക്കുന്നത്. ആ ഒരു സ്റ്റേക്ക് ഞങ്ങൾ ചൂസ് ചെയ്ത് PWD റെസ്റ്റോറൻസ് ആണ്. ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫെസിലിറ്റീസ് തരുന്നുണ്ട് അല്ലേ. അത്രയ്ക്ക് നല്ല നീറ്റായിട്ടും ക്ലീൻ ആയിട്ടുമാണ് അവർ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ആംബിയൻസും അതുപോലെ ഇവിടുത്തെ സ്റ്റാഫുകളുടെ പെരുമാറ്റമൊക്കെ ആയാലും നല്ല രീതിയിലാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ നല്ല മഴയാണ്, കാരണം എപ്പോഴും നല്ല ക്ലൈമറ്റ് ആണ്. ഇന്നലെ രാത്രി ഇവിടെ പുറത്ത് ബാൽക്കണി ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ ഇറങ്ങിയിരുന്നപ്പോഴൊക്കെ കുറെ മൃഗങ്ങളുടെ പക്ഷികളുടെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ കാണാൻ പറ്റിയില്ല. ഇന്ന് മയിലിനെയൊക്കെ കണ്ടായിരുന്നു രാവിലെ തന്നെ. കുരങ്ങന്മാരുണ്ടായിരുന്നു. നല്ല ആംബിയൻസ് ആണ് ഇവിടെ. അപ്പൊ നിങ്ങൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ബെറ്റർ ചോയ്സ് ആണ് ഈ ഒരു PWD ഗസ്റ്റ് ഹൗസ്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് ഇവിടെ വരണം. പക്ഷേ ഈ ഒരു ഗസ്റ്റ് ഹൗസ് അധികൃതരോട് നമുക്ക് ഒരു കാര്യം പറയേണ്ടതുണ്ട്. അതായത് ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, 400 രൂപ റൂം ഉള്ളൂ. പക്ഷെ ശരിയാണ്, അപ്പം അതിന്റെ കുറച്ച് ലിമിറ്റേഷൻ കാര്യങ്ങൾ കാണുമായിരിക്കും. എന്നിരുന്നാൽ പോലും ഇവിടെ ഒരു AC റൂം ബുക്ക് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമാണ് ഈ ബെഡ്ഷീറ്റ്, സോപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞങ്ങളടുത്ത് non-AC റൂമാണ്. non-AC റൂമുകാർക്ക് ബെഡ്ഷീറ്റും സോപ്പും അങ്ങനത്തെ കാര്യങ്ങളില്ല. അപ്പൊ നിങ്ങൾ ടവലും ഇല്ല. അപ്പൊ നിങ്ങൾ ഇവിടെ ഈ ഒരു സ്റ്റേക്ക് വേണ്ടി ഈ ഒരു റെസ്റ്റ് ഹൗസ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ വരുമ്പോൾ ഒരു ടവലും ബെഡ്ഷീറ്റും സോപ്പും കൊണ്ടുവരണം. പിന്നെ ഹീറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, തലയണ ആ കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾ വരുന്നത് ഈ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. ഇതിന്റെ അതോറിറ്റിക്ക് ഈ ഒരു ഇഷ്യൂ ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. ഇവിടെ മെയിൻ ആയിട്ട് റേഞ്ച് ഒന്നും കിട്ടാറില്ല. ശരിയാണ്, ഇവിടെ റേഞ്ചിന്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പം റൂമിൽ നമുക്ക് അങ്ങനെ റേഞ്ച് കിട്ടാറില്ല. പുറത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോ നെറ്റ്വർക്കിനും ഓരോ കോർണർ ഉണ്ട്. അപ്പൊ അവിടെ പോയാൽ മാത്രം റേഞ്ച് കിട്ടുള്ളൂ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ട്. അതുപോലെ വൈഫൈ സൗകര്യം ഇവിടെ. PWD റെസ്റ്റ് ഹൗസ് പൊന്മുടി ഓൺലൈൻ ബുക്കിംഗ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ഈ ഒരു ഓൺലൈൻ ബുക്കിംഗ് എന്ന് പറഞ്ഞ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഹോം പേജ് ആയിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം അവൈലബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം റൂംസ് ഉണ്ടോ ഇല്ലയോ നോക്കണമല്ലോ. അപ്പം ഈ ബുക്കിംഗിന്റെ അവിടെ വന്നിട്ട് ചെക്ക് അവൈലബിലിറ്റി കൊടുക്കാം. ഇതിൽ നമ്മുടെ ഡിസ്ട്രിക്ട് ട്രിവാൻഡ്രത്തുള്ള റെസ്റ്റ് ഹൗസുകളുടെ ലിസ്റ്റ് ആണ്. അതിൽ നമുക്ക് പൊന്മുടി സെലക്ട് ചെയ്യാം. അതിൽ റൂം ടൈപ്പ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. AC ഉണ്ട്, non-AC ഉണ്ട്. നമുക്ക് non-ACയുടെ ആവശ്യമുള്ളൂ. കാരണം പൊന്മുടി എന്ന് പറയുന്നത് നല്ല ക്ലൈമറ്റ് ഉള്ള സ്ഥലമാണ്, നല്ല തണുപ്പാണ്. അപ്പൊ നമുക്ക് അവിടെ ACയുടെ ആവശ്യമില്ല. നമുക്ക് non-AC സെലക്ട് ചെയ്ത് കൊടുക്കാം. അടുത്ത് നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ 16 എന്ന് പറഞ്ഞ ഡേറ്റ്, അതായത് നാളത്തെ ഡേറ്റ് കൊടുക്കുകയാണ്. 16 തൊട്ട് 17 ഒരു ദിവസത്തേക്ക് നോക്കണം. അപ്പൊ സെർച്ച് കൊടുക്കുമ്പോൾ കണ്ടോ അവൈലബിൾ അല്ല. നമുക്ക് ഡേറ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. 19 ആക്കി. കണ്ടോ 2 റൂംസ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബുക്ക് നൗ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ എഗ്രി കൊടുത്ത് പ്രൊസീഡ്. നേരത്തെ കണ്ട ആ ഒരു ഹോം പേജിലോട്ട് പോകും. ഇവിടെ നമുക്ക് ജനറൽ പബ്ലിക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ജനറൽ സിറ്റിസൺ ആണ്, പ്രൈവറ്റ് ടൂർ ആണ്, ഡിസ്ട്രിക്ട് ചോദിക്കുന്നുണ്ട്. നേരത്തെ ചോദിച്ചതുപോലെ ട്രിവാൻഡ്രം, അവിടെ പൊന്മുടി സെലക്ട് ചെയ്ത് കൊടുക്കാം. റൂം ടൈപ്പ് non-AC ആണ്. അത് മാക്സിമം എത്ര ആൾക്കാർ അലോ ചെയ്യുന്നതാണ്. അതായത് ആ ഒരു റൂമിൽ 2 അഡൾട്ടും 2 ചൈൽഡും ആണ് അലോ ചെയ്യുന്നത്. അടുത്ത ചെക്ക് ഇൻ ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. ഈ ഒരു ഗ്രീൻ കളറിൽ കാണിക്കുന്നതെല്ലാം റൂംസ് അവിടെ അവൈലബിൾ ആണെന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ചെക്ക് അവൈലബിലിറ്റി അവിടെ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്ത് നോക്കിയാലും മതി. അടുത്ത ചെക്ക് ഔട്ട് ഡേറ്റ് കൊടുക്കാം, 20-ാം തീയതി കൊടുക്കാം. ഇവിടെ ഈ സൈഡിൽ ശ്രദ്ധിച്ചറിയാം, ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് 12 മണിക്കാണ്. ചെക്ക് ഔട്ട് ടൈം എന്ന് പറയുന്നത് 11 മണിയാണ്. രാവിലെ 11 മണിക്ക് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യണം. ഇനി എത്ര അഡൾട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞ് കൊടുക്കാം. 2 അഡൾട്ട്സ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ വെരിഫിക്കേഷന് വേണ്ടി മൊബൈൽ നമ്പർ കൊടുക്കാം. അപ്പോൾ ഒരു OTP വരും. അത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കാം, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം, ഇമെയിൽ ID, ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കാം, നമ്മുടെ അഡ്രസ്സ്. അടുത്ത് ഇവിടെ ആപ്ലിക്കന്റ് വിസിറ്റ് ചെയ്യുന്നുണ്ടോന്നാണ്. യെസ്. അടുത്ത് വരുന്ന ഈ ഒരു പേജിൽ ഗസ്റ്റിന്റെ ID പ്രൂഫ് കൊടുക്കേണ്ടതാണ്. അപ്പൊ അതിൽ അവർ എടുത്ത് പറയുന്നുണ്ട് PDF ഫയലോ JPG ഫയലോ PNG ഫയലായിട്ടൊക്കെയാണ് നമ്മൾ ID പ്രൂഫ് അപ്ലോഡ് കൊടുക്കേണ്ടത്. പക്ഷെ അതിന്റെ സൈസ് എന്ന് പറയുന്നത് 1 MB താഴെ ആയിരിക്കണം. ഓക്കെ. ഇനി ബുക്ക് കൊടുക്കാം. ബുക്ക് കൊടുത്തപ്പോൾ വന്നത് കണ്ടോ, ഡബിൾ റൂം ആണ്, non-AC, ഒരു ദിവസത്തേക്ക് 2 അഡൾട്ട് ഉണ്ട്, അഡീഷണൽ ബെഡ് ഇല്ല. അഡീഷണൽ ബെഡ് നമുക്ക് എടുക്കാം 150 രൂപ. 150 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ബെഡ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ബുക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് അഡീഷണൽ ബെഡ് ഇല്ല. അങ്ങനെ ടോട്ടൽ എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടത് 400 rupees ആണ്. അപ്പൊ ഇവിടെ അവർ പറയുന്നുണ്ട് ചെക്ക് ഇൻ ടൈം വന്നിട്ട് ഉച്ചയ്ക്ക് 12 മണിക്കാണ്, ചെക്ക് ഔട്ട് ടൈം വന്നിട്ട് രാവിലെ 11 മണിക്ക്. അപ്പൊ ഇനി കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പേയ്മെന്റ് അടച്ച് ബുക്കിംഗ് കൺഫേം ചെയ്യാം.